എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ക്ഷണിക്കുകയാണ് പുന്നമടയുടെ തീരങ്ങളിലേക്ക്. ഞങ്ങളുടെ പ്രതിനിധികൾ ഉശിരോടുകൂടി അവിടെ നിന്നും ഏറ്റവും പുതിയ കാഴ്ചകൾ പകരാൻ വേണ്ടി റെഡിയാണ്. മാർഷൽ വി സെബാസ്റ്റ്യനും കണ്ണൻ നായർ ഏറെക്കാലമായി ഇങ്ങനെ വള്ളംകളി റിപ്പോർട്ട് ചെയ്ത് പലയിടങ്ങളിലും പോയി തഴക്കവും പഴക്കവും വന്ന മാർഷൽ വി സെബാസ്റ്റ്യനും കണ്ണനുമാണ് ചേരുന്നത്. കണ്ണൻ, റെഡിയായ ഒരു വൈബിലേക്കൊക്കെ എത്തിയോ? നിങ്ങളൊക്കെ കഴിഞ്ഞ ഏറ്റവും അടുത്തായി നമ്മൾ ആറന്മുള വള്ളംകളിക്കാണ് അവസാനമായി കാണുന്നത്. അതിനുശേഷം അതിനേക്കാൾ പതിന്മടങ്ങ് ഉശിരാണല്ലോ നെഹ്റു ട്രോഫിയിലേക്ക് എത്തുമ്പോൾ. റെഡിയാണോ കാര്യങ്ങൾ? കൈപ്പള്ളി, അതീവ ഗംഭീരമായ രീതിയിൽ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് പുന്നമടക്കായലിൽ കാണാൻ സാധിക്കുന്നത്. ആരായിരിക്കും 70ാമത് പുന്നമടക്കായലിലെ ജേതാവ്, ജലരാജാവ് ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആവേശകരമായിട്ടുള്ള ഒരു സമയത്തിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ സാധിക്കും. അതിനുശേഷം വള്ളങ്ങളുടെ എല്ലാം തന്നെ ട്രയൽ ഉണ്ടാകും. ഒപ്പം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. കാരിച്ചാൽ ചുണ്ടൻ വളരെ നാളുകൾ ട്രാക്ക് എൻട്രി വരാൻ പോവാ. നമ്മുടെ ജലരാജാവ് 16ാമത് ട്രോഫി നേടാൻ വേണ്ടി വരികയാണ്. കാരിച്ചാൽ 1970 നിർമ്മിച്ച വള്ളമാണ്. കഴിഞ്ഞ വർഷം പുതുക്കി പണിഞ്ഞു. അതിനുശേഷം രണ്ടാമത് കഴിഞ്ഞ തവണ തുടർച്ചയായി 4 തവണ നെഹ്റു ട്രോഫി നേടിയ ക്ലബ്ബ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ നെഞ്ചിലേറി വരികയാണ് കാരിച്ചാൽ. കാരിച്ചാലിന്റെ ട്രാക്ക് എൻട്രിയാണ്. എത്ര തവണയാണ്? 74, 75, 76, 80, 82, 83, 84 അങ്ങനെ 2 ഹാട്രിക്കുകൾ. 15 തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളം കാരണം കാരിച്ചാൽ ചുണ്ടന് മോഹൻലാലിനെ പോലെ ഒരു ചരിവുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. തീർച്ചയായിട്ടും. കാര്യം അത് പണിയിൽ, അതായത് കോഴിമുക്ക് നാരായണാചാര്യാണ് കാരിച്ചാൽ ചുണ്ടൻ പണിഞ്ഞത്. അദ്ദേഹം പണിഞ്ഞ സമയത്ത് ഒരു ചെറിയ പിഴവുണ്ടായി. അത് ആ പിഴവ് കൊണ്ട് ആണെന്ന് വിചാരിക്കരുത്. പക്ഷെ കാരിച്ചാൽ ചുണ്ടന് ഒരു 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 ഐശ്വര്യമുണ്ട്, ഒരു തലയെടുപ്പുണ്ട്. അതൊരു പിഴവല്ല, അതൊരു സ്റ്റൈലാണ്. ആ കായൽപ്പരപ്പിലൂടെ ഒരു കരിനാഗത്തെ പോലെ അവനെങ്ങനെ പാഞ്ഞു പോകുന്നത് കാണുമ്പോ ഒരു പ്രത്യേക രസമാണ്. ഒരുപാട് കപ്പുകൾ അടിച്ചിട്ടുള്ള കാരിച്ചാൽ ചുണ്ടന്റെ എൻട്രി വളരെ ആവേശത്തോടു കൂടിയാണ് കണ്ണൻ നായർ സ്വീകരിക്കുന്നത്. കണ്ണാ, ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഹീറ്റ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യ ഹീറ്റ്സില് പായിപ്പാടൻ, 2ാം വള്ളം അതേ പഴയ വള്ളമാണ് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ആലപ്പാടൻ ചുണ്ടൻ, സൗത്ത് പറവൂർ ബോട്ട് ക്ലബ്ബാണ്. ആയാപ്പറമ്പ് പാണ്ടി, ആനാരി 4 പേര് നിൽക്കുന്നു. നമുക്ക് ആദ്യത്തെ ഹീറ്റ്സ് നോക്കാം. അത് പായിപ്പാട് നമ്പർ 2 ആണ്. 2002 നീറ്റിലിറങ്ങിയ വള്ളമാണ് പായിപ്പാടൻ ചുണ്ടൻ. ഹാട്രിക്കിന്റെ പെരുമയുണ്ട് ആ വള്ളത്തിൽ. ഏതൊക്കെ വർഷമെന്നറിയോ? 2005, 2006, 2007 ഈ വർഷങ്ങളിൽ ഹാട്രിക്ക് നേടിയ വള്ളമാണ് പായിപ്പാടൻ നമ്പർ. ആ വള്ളം ഇറങ്ങുന്നു 1ാം ഹീറ്റ്സിൽ 1ാം നമ്പറായിട്ട്. രണ്ടാമത് ആലപ്പാടനുണ്ട്. 99, 97 ഒക്കെ 2 തവണ കപ്പടിച്ചിട്ടുള്ള ആലപ്പാടൻ 95 നീറ്റിലിറക്കി. അതിനുശേഷം 97ലും 99ലും കപ്പടിച്ച വള്ളമാണ്. അതുകൊണ്ട് കാണണ്ട, ഹീറ്റ്സ് 1 പായിപ്പാട് 2 അങ്ങനെ വെറുതെ അങ്ങ് പോകില്ല. ആവേശം നമുക്ക് കൈപ്പള്ളി കാണാം. കാരിച്ചാലിന്റെ ചരിഞ്ഞുള്ള വരവൊന്നെടുത്തേക്ക്. ആ വരവ് കണ്ടോ? മഞ്ഞപ്പട്ടുടുത്തുകൊണ്ട് ഗരുതാകത്തെ പോലെ പാഞ്ഞു വരുന്ന കാരിച്ചാല്. ആ കാരിച്ചാലിന്റെ വാസ് എൻട്രിയാണ് ഇപ്പോൾ പുന്നമടക്കായലിൽ കാണുന്നത്. അതീവ ഗംഭീരമായിട്ട് കാരിച്ചാൽ കള്ളം വരികയാണ്. മഞ്ഞയെടുത്തുകൊണ്ട് കാരിച്ചാല് പൊന്നമടക്കായലിനെ പൊന്നിക്കുളിപ്പിച്ചുകൊണ്ടുള്ള കാരിച്ചാൽ വള്ളത്തിന്റെ കടന്നുവരവാണ്. കാരിച്ചാൽ ഇതാ മാസ് എൻട്രി നടത്തിയിരിക്കുന്നു. ജലരാജാവേ, കാരിച്ചാല എന്തൊരു വരവായത്! വളരെ കുത്തി തുഴഞ്ഞു വരുന്ന വരവ് കണ്ടോ? ആ 1ാം തുഴ മുതൽ അങ്ങ് 96ാം നമ്പർ പങ്കായമ്പടയുടെ തുറച്ചിൽ കണ്ടോ? വെള്ളത്തുള്ളികളെ തല്ലി മാറ്റിക്കൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ജലരാജാവ് 20ാം നമ്പർ വെള്ളം ട്രാക്ക് എൻട്രി നടത്തിയിരിക്കുന്നു. ട്രാക്കിലൂടെ കടന്നു പോവുകയാണ്. ഇതാണ് രാജാവ് വന്നില്ലേ? രാജാവ് വന്നൊക്കെ കണ്ടുവെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഹീറ്റ്സ് നമ്പർ 2 ശ്രീവിനായകനുണ്ട്. SH ബോട്ട് ക്ലബിന്റെ ശ്രീവിനായകൻ. ഒപ്പം ചമ്പക്കുളമുണ്ട്. 9 തവണ കപ്പടിച്ചിട്ടുള്ള പുന്നമടക്കായലിലെ പൊന്നിൽ ഒരുപാട് തവണ മുത്തമിട്ടിട്ടുള്ള ചമ്പക്കുളം 9 തവണ കപ്പടിച്ചിട്ടുണ്ട്. അത് 2ാം ഹീറ്റ്സിലുണ്ട്. സെന്റ് ജോർജ് ഉണ്ട്, ജവഹർ തായങ്കരി ഉണ്ട്. ഈ ശ്രീവിനായകന്റെ കാര്യം പറഞ്ഞാൽ ഗണപതിയാണെങ്കിലൊക്കെ നമ്മൾ സാധാരണ പറയില്ല, വിശ്വാസപ്രകാരം ഗണപതിക്കൊക്കെ എന്ന് പറഞ്ഞില്ല ഇതുവരെ ട്രോഫി നേടാൻ പറ്റാത്ത ഒരു വള്ളം ശ്രീവിനായകൻ. മാറ്റം ഉണ്ടാകില്ലേ? ഒരു സംശയം വേണ്ട. അതാരാ മത്സരിക്കുന്നത്? ഈ നമ്മുടെ കരികുത്തി കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ മടകുത്തി കൃഷി ചെയ്യുന്ന കൈനകരിക്കാരുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. എങ്കിലും 2ാം ഹീറ്റ്സിൽ ഏറ്റവും കൂടുതൽ സാധ്യത ചമ്പക്കുളം, ജവഹർ തായങ്കരി, പുന്നമട. ഈ വള്ളംകളി നടക്കുന്ന നാടാണ് അത്. അതിനകത്തൊരു കാര്യമുണ്ട്, അത്ലറ്റിക്കോടി ആലപ്പി, അതിലുകൊണ്ട് ഫുട്ബോളിന്റെ ഒരു ചന്തം. അതുകൊണ്ട് ശരി, ഞാൻ 3ാമത്തെ ഹീറ്റ്സിലേക്ക് എത്തിയാണ്. ഇത് ഒരു മരണ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയും കണ്ണൻ നായരെ. 3ാമത്തെ ഹീറ്റ്സ് വരുമ്പോൾ ചെറുതല പുത്തൻ ചുണ്ടൻ, തലവടി ചുണ്ടൻ,
തലവടി ചുണ്ടൻ UBC കൈനകരിയുടെ തലവടി ചുണ്ടനുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഓർപ്പിച്ചു, ഞാൻ ബെറ്റ് വെക്കാം, ഈ മത്സരത്തിൽ ഫൈനലിലേക്ക് വരാൻ പോകുന്ന ഒരു വള്ളം തലവടി ചുണ്ടനായിരിക്കും. കാര്യം അതിൽ മത്സരിക്കുന്ന UBC കൈനകരിയാണ്. ഏറ്റവും കൂടുതൽ ട്രോഫി നേടിയിട്ടുള്ള ക്ലബ്ബാണ് UBC കൈനകരി. പായിപ്പാടിനുണ്ട് ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിന്റെ പായിപ്പാട് സെന്റ് പൈൻസിന്റെ ആലപ്പാടിന് ചരിത്രമുണ്ട്. 2005-ലും 2006-ലും 2007-ലും ഇറങ്ങിയ ശേഷം ഹാർട്ടിക്ക് നേടിയതാ. 77-ൽ ഇറങ്ങിയതാണെങ്കിൽ പോലും 2005-ൽ തുടങ്ങി, പക്ഷേ തുടർച്ചയായി ഹാർട്ടിക്ക് നേടി. അതെ അതെ. എങ്കില് നമ്മൾ ഹീറ്റ്സ് മാറ്റി പിടിക്കുകയാണ്. ഹീറ്റ്സ് മാറ്റി 4ാമത്തെ ഹീറ്റ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിരണം ചുണ്ടൻ പുതിയ വള്ളവാ, നമ്മുടെ അപ്പർ കുട്ടനാട്ടിലെ വള്ളവാ, തിരുവല്ലക്കാരുടെ വള്ളവാ, അപ്പർ കുട്ടനാട്ടിൽ വരുന്ന വള്ളവാ, കണ്ടസ്യന്മാരുടെ വള്ളവാ. അതെ. പിന്നെ വിയ്യപുരം നടുഭാഗം കരുവാറ്റ. കഴിഞ്ഞ തവണത്തെ ജേതാവാണ് വിവരം. ഇത് കുമരകം ബോട്ട് ക്ലബ്ബാണ്. കുമരകം KBC. എത്ര തവണ നെഹ്റു ട്രോഫി നേരിട്ടുള്ള വള്ളം അറിയോ? കുമരകം ബോട്ട് ക്ലബ്ബ് എത്ര തവണ നെഹ്റു ട്രോഫി നേടിയ അതിന്റെ മാസം കാര്യം. ഈ കാരിച്ചാല് വരുന്നതെന്ന് വെച്ചാൽ ഈ കൈനകരി ആ ഭാഗത്തുനിന്ന് പള്ളാത്തുരുത്തി ഭാഗത്തുനിന്ന്, പക്ഷേ കുമരകം വരുന്നത് നമ്മുടെ വടക്ക് ഭാഗത്തുനിന്ന്. അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വന്നത്. മറ്റേ ഒരു കിഴക്ക് ഭാഗത്തുനിന്ന് നേരെ മാസം ട്രാക്ക് നടത്തി. ഇപ്പം UBC ആരാ ജയിക്കുക? കോട്ടയം ഞങ്ങൾ 5 പേര് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് നിന്നേ. അതായത് താഴത്തങ്ങാടി വള്ളംകളിയുടെ സംഘാടകരാണ്. ഞങ്ങൾ 5 പേര് ഇവിടെ കോട്ടയത്ത് നിന്ന് വന്നിരിക്കുകയാണ്. ഈ ആരടിക്കും? ഞങ്ങളുടെ അഭിപ്രായത്തിൽ പള്ളാത്തുരുത്തി കാരിച്ചാൽ അടിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. താഴത്തങ്ങാടി വള്ളംകളി ഒക്ടോബർ 6-നായിരുന്നു നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ CBL വന്നിരിക്കുന്നത് കാരണം ഞങ്ങളത് ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. CBLന്റെ അറിയിപ്പ് അനുസരിച്ച് താഴത്തങ്ങാടി വള്ളംകളി കുറേ ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. ആവേശം കുറയുന്നില്ല, വള്ളംകളിയുടെ ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ വിയ്യപുരം വന്നിരിക്കുന്നത്, വിയ്യപുരം ചുണ്ടൻ ഇറങ്ങിയിരിക്കുന്നു. BBC കൈനകരി, വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി, അതിൽ വിയ്യപുരം ചുണ്ടനാണ്. അതായത് അപ്പർ കുട്ടനാട്ടിലെ വള്ളത്തിൽ നിന്ന് നേരെ വരുന്ന ആരാ? കൈനകരിക്കാരാണ്. അപ്പർ കുട്ടനാട്ടിൽ നിന്ന് കുട്ടനാട്ടുകാർ മത്സരിക്കുന്ന വള്ളം. അങ്ങനെ വള്ളംകളിയുടെ ആവേശത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചോളം ഇത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആണ്. പൂരമാണവർക്ക്. ഇതൊരു മഹാപൂരമാണ്, ജലപൂരമാണ്. വർഷങ്ങളോളമുള്ള കാത്തിരിപ്പ്, ഓരോ വർഷം പിന്നിടുമ്പോഴും അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഓരോ കരക്കാരെ സംബന്ധിച്ചോളം. പ്രധാനപ്പെട്ട 19 ചുണ്ടൻ വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നതെങ്കിലും 74ഓളം വള്ളങ്ങൾ അങ്ങനെ മാറ്റുരയ്ക്കാൻ വേണ്ടി ഈ ജലരാജാവ് ആരാണെന്നറിയാൻ വേണ്ടി, കാരണം മൈക്രോ സെക്കൻഡുകളാണ് ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോകുന്നത്. ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നെഞ്ചിടിപ്പോടുകൂടിയാണ് ഏവരും മുന്നോട്ട് പോകുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഇനി ഇതിന്റെ ഓരോ ചരിത്രവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ കഴിയും.